ഈ മദ്യനയം സർക്കാർ രഹസ്യമായി തീരുമാനിച്ചതല്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ. LDF കൂടിയാലോചിച്ച് രൂപീകരിച്ചതാണ്. അപേക്ഷ ലഭിക്കുന്നതിനനുസരിച്ച് ഇനിയും അനുമതി നൽകുമെന്നും മന്ത്രി പ്രതികരിച്ചു. അത് കേരളത്തിൽ ഒന്നും വരണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് എന്തിനെ എതിർക്കാം? മദ്യനയമൊക്കെ LDFിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ആ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മദ്യനയം രഹസ്യമായിട്ടുണ്ടാക്കിയൊരു കാര്യമല്ല. LDFിൻ്റെ മദ്യനയം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ബ്രൂവറി അടക്കമുള്ള ഡിസ്റ്റിലറി അടക്കമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ അവസരം ഉണ്ടാക്കും. കാരണം നമ്മളിത് ഈ ഒരു കാര്യം നിങ്ങളെല്ലാം ആലോചിക്കുന്നത് അറിയാം, മദ്യം എന്തായാലും ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട്. മദ്യം ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പോൾ GST എവിടെയാണ് പോകുന്നത്? അവർക്കാണ് പോകുന്നത്. ആ തൊഴിൽ എവിടെയാണ് പോകുന്നത്? അവർക്കാണ് പോകുന്നത്. 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം വരുമ്പോൾ അത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് അതൊരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനും ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമാണ്. എന്തിനും ആരോപണമില്ല. ഇത് ഡിസ്റ്റിലറികളും ബ്ലൂബറികളും ഒക്കെ അനുവദിക്കുമെന്ന് LDFിൻ്റെ പ്രഖ്യാപിതമായ മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ട്.